ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സങ്കീർണമായ ഹൃദ്രോഗങ്ങളെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രതാപ് കുമാർ എന്നുണ്ട്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ MD-യും ചെയർമാനും ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, സങ്കീർണമായ ഹൃദ്രോഗത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സങ്കീർണമായ അഥവാ ഗുരുതരമായ ഹൃദ്രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സങ്കീർണ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിവക്ഷിക്കുന്നത് ഒരു രക്തക്കുഴലിലെ ബ്ലോക്ക് 80% അല്ലെങ്കിൽ 60%, 70% ആണെങ്കിൽ അതിനൊരു ബലൂണിൻ്റെ സഹായത്തോടെ ബലൂൺ വികസിപ്പിച്ച ശേഷം ബ്ലോക്ക് നീക്കം ചെയ്യാവുന്നതാണ്. സങ്കീർണ ഹൃദയാഘാതം അല്ലെങ്കിൽ സങ്കീർണ ഹൃദയ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് മെയിൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രക്തക്കുഴലിലെ തുടക്കത്തിലുള്ള ബ്ലോക്ക്, അതിൽ നിന്ന് നമുക്ക് 2 പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ വരികയും അതിൻ്റെ ബ്ലോക്ക് വരികയാണ്. നമ്പർ 2 എന്ന് പറയുന്നത് 100% ബ്ലോക്കുകൾ, രക്തധമനികളിലെ 100% ബ്ലോക്കുകൾ. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് രോഗികൾ വിധേയരാകുന്നത് ഈ 100% ബ്ലോക്കുകളിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ്. മൂന്നാമത്തത് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ, അതായത് കാൽഷ്യം നിറഞ്ഞ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ റോക്ക് പോലെ അല്ലെങ്കിൽ പാറ പോലത്തെയുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നാലാമത്തത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള രോഗികളിലുള്ള ബ്ലോക്കുകൾ. അപ്പോൾ ഈ തരത്തിലുള്ള ബ്ലോക്കുകൾ സാധാരണഗതിയിൽ കഠിനവും പ്രയാസമേറിയതുമാണ് 3 കാരണങ്ങളാൽ. 1, ഇതിനകത്തുള്ള സാങ്കേതിക തികവ് വേണ്ട ചികിത്സയാണ്. 2, ഇതിനുള്ള ഉപകരണങ്ങളുടെ കുറവ്. ഒപ്പം ഡോക്ടർക്കും സ്ഥാപനത്തിനും ഇത് ചെയ്തുള്ള പരിശീലനവും ഉണ്ടാകണം, എങ്കിലേ ഇത്തരത്തിലുള്ള ചികിത്സകൾക്ക് വിധേയരാകാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഒരുപാട് നൂതന ചികിത്സാ മാർഗങ്ങൾ ഇതിനൊക്കെ ലഭ്യമാണല്ലോ. അപ്പോൾ എന്തെല്ലാമാണ് ഈ സാഹചര്യങ്ങളിലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാമോ ഡോക്ടർ? ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാത്ത് ലാബ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാത്ത് ലാബുകൾ അവൈലബിൾ ആണ്. ആക്ച്വലി ഒരു മോഡേണൈസ് കാത്ത് ലാബ് വെച്ചത് ഡിജിറ്റലൈസ് കാത്ത് ലാബാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കാത്ത് ലാബുകൾ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ 228ഓളം കാത്ത് ലാബുകളുണ്ട്. ഇതിലൊരു 20% ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ കാത്ത് ലാബ് എന്ന് പറയും. അതിനകത്ത് നമുക്കൊരു പ്രൊസീജിയർ ഒരിക്കലും 30 മിനിറ്റ് 40 മിനിറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്പർ 1. നമ്പർ 2, നമ്മൾ ബലൂൺ ശസ്ത്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നൂതന മെറ്റീരിയൽസാണ്. പലതരം സ്പെഷ്യലൈസ്ഡ് ബലൂൺസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ നീക്കം ചെയ്യാനായിട്ട് കട്ടിംഗ് ബലൂൺ, അല്ലെങ്കിൽ ഹൈ പ്രഷർ ബലൂൺ എന്ന് പറഞ്ഞാൽ OPN ബലൂൺ, ഇങ്ങനെയുള്ള ഈ ബലൂണുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റൂ. മൂന്നാമത്, ഇപ്പോൾ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ അത്തറക്ടമി ഡിവൈസസ് എന്ന് പറയും. കാൽഷ്യം ചുരണ്ടിക്കളയുന്ന രീതി, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റോട്ടബ്ലേറ്റർ ചികിത്സ അല്ലെങ്കിൽ ഓർബിറ്റൽ അത്തറക്ടമി. ഇത് രണ്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ കാൽഷ്യം നീക്കുന്നതിനുള്ള ചികിത്സ. ഇത് മാത്രം പോരാ. നമ്മളൊരു സാധാരണഗതിയിൽ എൻ്റെ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊക്കം മനസ്സിലാക്കത്തില്ല, എൻ്റെ രൂപം മനസ്സിലാകത്തില്ല, എൻ്റെ നിറം പോലും വ്യക്തമായി മനസ്സിലാകത്തില്ല. പക്ഷേ ഹൃദയധമനിയിലെ രക്തധമനിയിലെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈ ബ്ലോക്കിനകത്ത് കയറി സ്കാൻ ചെയ്ത് നോക്കുന്നത്, നമ്മളൊരു ഗർഭിണിയായ സ്ത്രീയുടെ വയറിൽ നിന്ന് സ്കാൻ ചെയ്താൽ അകത്ത് കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ വിശദമായ പരിശോധനയിലൂടെ രക്തധമനിയിലെ ബ്ലോക്കിൻ്റെ അളവ്, ഘടന, നീളം, വ്യാസം ഇവ മനസ്സിലാക്കി സ്റ്റെൻറ്റ് നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ. അതിനുപയോഗിക്കുന്ന 2 തരം ഉപകരണങ്ങളുണ്ട്. ഒന്ന്, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, അകത്ത് കയറി സ്കാൻ ചെയ്ത് നോക്കുന്നത്. ഇൻട്രാവാസ്കുലർ ആന്തരികമായി രക്തധമനിയിലെ അൾട്രാസൗണ്ട് ചെയ്യുന്നതിനാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്. 2, OCT, ഓപ്റ്റിക്കൽ കൊഹറൻസ് ടൊമോഗ്രാഫി, പ്രത്യേകതരം ഇമേജിങ്ങിൻ്റെ സഹായത്തോടെ, ആക്ച്വലി ഒന്ന് സൗണ്ടിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ ഒന്ന് ലൈറ്റിൻ്റെ സഹായത്തോടെ രക്തധമനിക്കുള്ളിലെ ബ്ലോക്കുകൾ മനസ്സിലാക്കുന്നതാണ് OCT എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 2ൻ്റെ സഹായത്തോടെ പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ള ബ്ലോക്ക്, ഏറ്റവും നല്ല രീതിയിൽ ബ്ലോക്കുകൾ നീക്കം ചെയ്താൽ പോലും നമുക്ക് 100-ൽ 8 മുതൽ 10 പേർക്ക് വീണ്ടും ബ്ലോക്ക് വരാം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെയോ അല്ലെങ്കിൽ സാങ്കേതിക തികവില്ലാത്ത രീതിയിൽ ചെയ്താൽ 30-40% ബ്ലോക്ക് രോഗികളെങ്കിലും തിരിച്ചു വന്ന് വീണ്ടും ബ്ലോക്കുമായി വരുന്നത് സാധാരണയാണ്. ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. തൃശ്ശൂരിൽ നിന്ന് അർജുനാണ്. അർജുൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർക്ക് കേൾക്കാം. ചോദിച്ചോളൂ അർജുൻ. അർജുൻ കേൾക്കാമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചോളൂ.
ശരി ഡോക്ടർ, കോളിലേക്ക് തിരികെ വരാം. ഡോക്ടർ, നമ്മളിപ്പോൾ നൂതന ചികിത്സാ മാർഗ്ഗങ്ങളെ പറ്റിയാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ആൻജിയോപ്ലാസ്റ്റി എന്നത് നമ്മൾ കൂടുതലായി കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ഈ പ്രീസൈസ് ആൻജിയോപ്ലാസ്റ്റി എന്നൊരു ടേം ഉണ്ടല്ലോ, അത് എന്താണ് പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? ബലൂൺ ശസ്ത്രക്രിയയിൽ വ്യക്തമായി ഏതു തരത്തിലുള്ള സ്റ്റെൻറ്റ്, എത്ര നീളത്തിലുള്ള സ്റ്റെൻറ്റ്, എത്ര ലെങ്തിലുള്ള സ്റ്റെൻറ്റ് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇൻട്രവാസ്കുലർ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെയും ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫിയുടെ സഹായത്തോടെയും ചെയ്യുന്ന വ്യക്തമായിട്ടുള്ള സൈസ് കൃത്യമായി അനലൈസ് ചെയ്ത് സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ലോഹം അല്ലെങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത 4-5% കുറയുകയാണ്. അതെന്ന് പറയുന്നത് ബൈപ്പാസ് ശസ്ത്രക്രിയയിൽ 8% ബ്ലോക്കുകൾ ഉണ്ടാവുന്നതിനേക്കാൾ കുറവാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ സാധാരണ രോഗികളിൽ എത്തിക്കാൻ പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റി സാധിക്കും എന്നുള്ളതാണ്. പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ പ്രിസൈസായിട്ട് നമ്മൾ രക്തധമനികളുടെ അടവുകളെ നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റി. ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CTO ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഡോക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിലയിൽ CTO എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? CTO എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ CTO എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്രോണിക്, ടോട്ടൽ ഒക്ലൂഷൻ. ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അടവാണ്. ടോട്ടൽ എന്ന് വെച്ചാൽ 100%. ക്രോണിക് എന്ന് പറഞ്ഞാൽ 3 മാസത്തിന് മുകളിലെങ്കിലും ഉള്ള 100% രക്തധമനികളിലെ അടവുകളെയാണ് CTO എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും രക്തധമനികളുടെ ബ്ലോക്ക് 20 മില്ലിമീറ്റർ 30 മില്ലിമീറ്റർ ഒക്കെ ആണെങ്കിൽ ആ രക്തധമനിയുടെ ആ ഇടയ്ക്കുള്ള ഗൈഡ് വയർ പാസ് ചെയ്ത ശേഷം ബലൂൺ വികസിപ്പിക്കുക എന്നുള്ള ആണല്ലോ ആൻജിയോപ്ലാസ്റ്റി. ആ വയർ പാസ് ചെയ്യുന്നത് ബ്ലൈൻഡായി ചെയ്യുമ്പോൾ ഇതിന് കൃത്യമായ പരിശീലനവും ഉപയോഗിക്കാനുള്ള പ്രത്യേകതരം സ്പെഷ്യലൈസ്ഡ് വയേഴ്സും മൈക്രോ കത്തീറ്റേഴ്സും ഉപയോഗിക്കാനുള്ള പരിശീലനവുമുള്ള ഡോക്ടർ ചെയ്യുന്നതിനാണ് ഇത് ചെയ്യുന്നത്. ഏകദേശം 1600ഓളം പേർക്ക് ഇത്രയും കാലത്തിനുള്ളിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നാളെ ഞാൻ ലക്നൗവിലാണ്, നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഞങ്ങളുടെ CTO ആൻജിയോപ്ലാസ്റ്റിയുടെ ഈ വർഷം തോറുമുള്ള മീറ്റിംഗാണ്. അതിന് നമ്മൾ ഏകദേശം 600ഓളം കാർഡിയോളജിസ്റ്റുകളാണ് ഇത് പഠിക്കാൻ വരുന്നത്. ഇവരെ പഠിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 4 കോഴ്സ് ഡയറക്ടേഴ്സിലൊരാളാണ് ഞാൻ. നമ്മുടെ ജപ്പാൻ കൊളീഗ്സിൻ്റെയും യൂറോപ്യൻ ആൾക്കാരുടെയും സഹായത്തോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 700 പേരെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ KG മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 100% അടവുള്ള രക്തധമനിയിലെ ബ്ലോക്ക് നമ്മൾ നീക്കം ചെയ്യുന്നതിന് ഏകദേശം 1.5 മണിക്കൂറെടുത്ത് ചെയ്യുന്ന ഈ പരിശോധനാ രീതി അവിടെ ഇരിക്കുന്ന 700ഓളം ഡോക്ടർമാരെ നമ്മൾ കാണിക്കുകയാണ്. എങ്ങനെയാണ് ബ്ലോക്ക് നീക്കം ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ബ്ലോക്ക് ചെയ്യുന്നത്, ഏത് വയറാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ ആ വയർ ഉപയോഗിക്കുന്നു, ആ വയറിൻ്റെ കൂടെ ഏതൊക്കെ മൈക്രോ കത്തീറ്ററാണ് ഉപയോഗിക്കേണ്ടത്, ഈ സ്പെഷ്യലൈസ്ഡ് വയേഴ്സും മെറ്റീരിയൽസിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 100% ബ്ലോക്കുകൾ ആണ് ലോകത്ത് ഹൃദയാഘാതം അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത ശേഷം ഡോക്ടർ പറയുകയാണ് ഈ രോഗിക്ക് വേറെ ഒരു ചികിത്സയും പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന പകരം പറ്റത്തില്ല എന്നവർ പറഞ്ഞിട്ട് നിങ്ങളെ ബൈപ്പാസിന് വിടുന്ന ഈ രീതിയിലെ അത് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അത് ബൈപ്പാസിന് വേണ്ടി രോഗികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ 100% ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ്. അവിടെയാണ് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ട്രെയിൻഡായ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രോഗികളെ കിട്ടിയാൽ ഇവർക്ക് ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും സാധാരണ പോലെ തന്നെ നമ്മൾ ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും അവർക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന ഒരു ചികിത്സാ രീതിയിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും. അത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് CTO എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വലത് രക്തക്കുഴലിലെ ബ്ലോക്കിന് വലത് രക്തക്കുഴലിൽ കൂടെ തന്നെ പോവുക, പക്ഷേ ഇടത് രക്തക്കുഴലിലെ ബ്ലോക്കിന് ഇടത് രീതിയിൽ തന്നെ പോവുക. തിരിച്ചു വേറൊരു കാര്യമുണ്ട്, വലത് രക്തധമനിയിലെ 100% ബ്ലോക്കിന് ഇടത് രക്തധമനിയിലെ 100% രക്തധമനിയിലെ ചെറിയ നൂല് പോലെയുള്ള അല്ലെങ്കിൽ 1/2 മില്ലിമീറ്റർ പോലും താഴെയുള്ള വ്യാസമുള്ള രക്തധമനിക്കകത്തൂടെ കയറി വലത് രക്തധമനിയിലെ ബ്ലോക്കിനെ നീക്കം ചെയ്യുന്നതിന് റെട്രോഗ്രേഡ് CTO ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഭാഗ്യവശാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. ഏകദേശം 200ഓളം രോഗികൾക്ക് അത് ചെയ്യുക മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള 16ഓളം രാജ്യങ്ങളിലെ ആൾക്കാരെ ഇത് മാത്രം റെട്രോഗ്രേഡ് CTO പരിശീലിപ്പിക്കാനായിട്ട് ഞാൻ പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടുത്ത മാസം ജൂൺ 10-11 തീയതികളിൽ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ മൈ ഹാർട്ട് എന്ന ഹോസ്പിറ്റലിൽ
നമ്മൾ മൈ ഹാർട്ടിൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുക വരെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഏകദേശം കാണാനായി 20ഓളം ഡോക്ടർമാർ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം CTOക്ക് അത് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. കോഴിക്കോട് നിന്ന് ശിവകുമാറാണ്. ശിവകുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ശിവ. ഹലോ സാറേ. പറഞ്ഞോളൂ. കോഴിക്കോട് പറഞ്ഞോളൂ. അപ്പൊ ഇത് പിന്നെ ഇത് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ജോലി ചെയ്യാൻ എത്ര ദിവസം പിടിക്കും? അധ്വാനിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് ബ്ലോക്ക് നീക്കം ചെയ്താൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചക്കകത്ത് തന്നെ നിങ്ങൾക്ക് പഴയ രീതിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാം. പക്ഷേ വ്യക്തമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കഴിക്കാനുള്ള ഗുളികകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൃത്യമായി കഴിക്കുകയും പ്രമേഹം, രക്തസമ്മർദ്ദം, പുഴുവ തുടങ്ങിയ രോഗങ്ങൾ, ആനുകാലിക രോഗങ്ങൾ കൃത്യമായും നിയന്ത്രിക്കുകയും വേണം. ഇത് കൂടാതെ പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക മാത്രമല്ല, ശരീരത്തിൻ്റെ തടി കുറയ്ക്കാനായിട്ട് ആഹാരക്രമങ്ങളിൽ വ്യത്യാസം വരുത്തുകയും വേണം. ശരി, ശിവകുമാറിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, പ്രേക്ഷകന് മുന്നേ ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയത്തിലോട്ട് തന്നെയാണ് എൻ്റെ ചോദ്യവും. ഈ ബൈപ്പാസ് സർജറി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളെപ്പറ്റി ഡോക്ടർ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. 100% ബ്ലോക്ക് ഉള്ളപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്നും ബൈപ്പാസിലോട്ട് എത്തുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുമെന്ന്. പലപ്പോഴും നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകുമെന്നൊരു സംശയമായിരിക്കും. സോ അതേക്കുറിച്ച് ഒന്ന് കൂടുതൽ വിശദീകരിക്കാമോ ഡോക്ടർ? നമ്മൾ ഈ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ 1977 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ബലൂൺ ശസ്ത്രക്രിയ എന്ന ചികിത്സാ രീതി തന്നെ ഉണ്ടായത്. അതിനു മുമ്പ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രോഗിയെ ബ്ലോക്ക്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോസ്റ്റ് പ്രൂവൺ തെറാപ്പി ഇന്നും ബൈപ്പാസായി മാറുന്നതും വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ബൈപ്പാസാണ് എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തെല്ലായിടത്തും ബൈപ്പാസ് 20% താഴെ രോഗികളിൽ ചെയ്യുമ്പോൾ 80% രോഗികളും വിധേയരാകുന്നത് ബലൂൺ ശസ്ത്രക്രിയയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കാർഡിയാക് സർജറി സീറ്റുകൾ പോലും ലോകത്തെല്ലായിടത്തും കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഹൃദയത്തിലെ രക്തധമനികളുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാലിലെയോ അല്ലെങ്കിൽ നെഞ്ചിലെയോ നരമ്പുകളോ അല്ലെങ്കിൽ സിരകളോ ധമനികളോ എടുത്ത് രക്തധമനിയുടെ ബ്ലോക്കിന് ദൂരെയായിട്ട് ഘടിപ്പിച്ച് രക്തം മാംസപേശികളിൽ എത്തിക്കുകയാണ് ബൈപ്പാസിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഏത് ബ്ലോക്കാണോ രക്തധമനിയിലുള്ളത് അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഞാൻ പോകുന്ന ഹൈവേയിൽ റോഡ് മുഴുവൻ തകരാറായി കഴിഞ്ഞാൽ ഡോക്ടർ ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇടപെടുകയാണ്. മുഹമ്മദ് ചേരുന്നുണ്ട് പട്ടാമ്പിയിൽ നിന്ന്. മുഹമ്മദ് ഡോക്ടറോട് പെട്ടെന്ന് ചോദിച്ചോളൂ. പറഞ്ഞോളൂ മുഹമ്മദ്. 2 ബൈപ്പാസ് കഴിഞ്ഞാൽ സാറിന്റെ ഒന്ന് 2004 തിരുവനന്തപുരം കഴിഞ്ഞു. ഇപ്പൊ 2024 മണ്ണാർക്കാട് നിന്നും കഴിഞ്ഞു, മദർ കെയർ ഹോസ്പിറ്റല്. രണ്ടാമത് ബൈപ്പാസ് ചെയ്തു. ഇപ്പൊ ജില്ലയിൽ നിന്ന് ഞാൻ ഉള്ളതാണ് എന്റെ സംശയം. 2 ബൈപ്പാസ് കഴിഞ്ഞത്. അത് മനസ്സിലായില്ല. രണ്ടാമത് ബൈപ്പാസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ബൈപ്പാസ് കഴിഞ്ഞപ്പോ ജില്ലയിൽ തന്നെ 2 ബൈപ്പാസ് കഴിഞ്ഞ ആള് ഞാനുള്ളതാണ് എന്റെ സംശയം. തെറ്റാണ്. 2 പ്രാവശ്യം ബൈപ്പാസ് ചെയ്തൊരു കാർഡിയാക് സർജൻ കാർഡിയോളജിസ്റ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു, ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. അദ്ദേഹം 3 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി 2 പ്രാവശ്യം ബൈപ്പാസും ചെയ്തു. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 2 പ്രാവശ്യം ബൈപ്പാസ് ചെയ്തു. ബൈപ്പാസ് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. മുഹമ്മദിന് അറിയാവുന്ന മുഹമ്മദാണ് ആദ്യത്തെ രോഗി. ഞാൻ പറഞ്ഞു ജില്ലയിൽ പറഞ്ഞു, പാലക്കാട് ജില്ലയിൽ. അത് ശരി. ഓക്കെ. 2 കഴിഞ്ഞതാണ്. ഇപ്പൊ അത് ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ മനസ്സിലായില്ല. ഇപ്പൊ ഹാർട്ട് സംബന്ധമായ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ 2 കാലും ഭയങ്കര തരിപ്പാണ്. അത് നമ്മൾ തരിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ രോഗികൾ തരിപ്പ് പറയുന്നെങ്കിലും ബൈപ്പാസിൻ്റെ കുഴപ്പം കൊണ്ടുള്ള തരിപ്പിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ? പ്രമേഹമുണ്ട് സാറേ. പ്രമേഹത്തിനകത്തുണ്ടാകുന്ന ന്യൂറോപ്പതിയുടെ ബന്ധപ്പെട്ടായിരിക്കണം പലപ്പോഴും വരുന്ന ഈ തരിപ്പുകൾ കാരണം. ബൈപ്പാസിന് നമ്മൾ വെയിനുകൾ ഉപയോഗിച്ച് ഘടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന തരിപ്പും കാരണങ്ങളും വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് ബൈപ്പാസിന് ചെയ്തത് കൊണ്ട് മാത്രം. അതുമാത്രമല്ല, പ്രമേഹം കൃത്യമായി നിയന്ത്രിക്കുകയും ന്യൂറോപ്പതിക്കുള്ള ഗുളികകൾ കഴിക്കുകയും ചെയ്ത ഒരു പരിധിവരെ ഈ തരിപ്പ് മാറ്റാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞു വന്നത്, നമ്മൾ ഈ നമ്മൾ ഒരു റോഡ് പൊട്ടി നാശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റോഡിലേക്ക് വേറൊരു റോഡിൽ നിന്നൊരു കണക്ഷൻ ഉണ്ടാക്കും. അതിനെയാണ് ബൈപ്പാസ് എന്ന് പറയുന്നത്.
പക്ഷെ നമുക്ക് 3 രീതിയിൽ ചികിത്സിക്കാം. ഈ റോഡിൻ്റെ ടാർ അല്ലെങ്കിൽ ആ കട്ട ഈ കല്ലെല്ലാം കൂടെ ഒന്ന് നേരെയാക്കി വണ്ടി ഓടിക്കാം. അതിനാണ് നമ്മൾ മരുന്ന് കൊണ്ടുള്ള ചികിത്സ. ഈ റോഡെ ടാർ ചെയ്ത് വണ്ടി ഓടിക്കാം. അതിനെയാണ് ബലൂൺ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. സപ്പോസ് ആ പൊട്ടിപ്പോയ റോഡിൽ നിന്ന് വേറൊരു ചെറിയ വഴി കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈപ്പാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പൊട്ടിപ്പോയ റോഡിൽ നിന്ന് വേറെ കണക്ട് ചെയ്യുമ്പം ദൈവം തന്ന പോലെ ആകില്ല എന്ന് പറഞ്ഞ് ഈ ഹൃദയത്തിൽ നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നെഞ്ചു നിൽക്കുന്ന രക്തധമനിയുടെ അളവ് ഏകദേശം അതുപോലെയാണ്, എങ്കിലും ദൈവം പോലെ ആകില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ രക്തം നമ്മൾ ടാറടിക്കുന്നത് നമ്മളെ കേരളത്തിലെ റോഡ് ടാറടിക്കുന്ന പോലെയാണെങ്കിൽ പെട്ടെന്ന് വീണ്ടും പൊട്ടി പ്രശ്നങ്ങളുണ്ടാവും. നല്ല രീതിയിൽ ടാറടിക്കുകയാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞ പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റിയോ വ്യക്തമായ രീതിയിലുള്ള നല്ല സാങ്കേതിക വിദ്യയുള്ള ഡോക്ടർ ചെയ്യുന്നെങ്കിൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. തിരികെ ഹലോ ഡോക്ടറിലേക്ക് ഡോക്ടർ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സെയ്തലവിയാണ്. സെയ്തലവി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, പറഞ്ഞോളൂ. ഇപ്പോ 2 മാസമായി ഈ ബ്ലോക്കിന്റെ ഇത് പരിഹാര ഹോസ്പിറ്റലിന് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്. പറഞ്ഞു സെയ്തലവി. അപ്പൊ കാര്യമായിട്ട് വേറെ എന്തെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ വിളിച്ചത്. അവിടെ പരിഹാരത്ത് ആരാ ചെയ്തത്? പരിഹാരത്ത് ആ ഡോക്ടർ പേര് രാജേഷ് അല്ലേ? രാമകൃഷ്ണൻ ഡോക്ടർ. ഞാൻ അവിടെ പരിഹാരത്ത് ഞാനാണ് കാർഡിയോളജി സ്റ്റാർട്ട് ചെയ്തത് 2003. 2003 മുതൽ 2006 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരിഹാരത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഡോക്ടർമാരുമായിട്ടൊക്കെ ഭയങ്കര മാനസികമായ അടുപ്പമുള്ളത്. അഷ്റഫും രാമകൃഷ്ണനും ഒക്കെ എൻ്റെ അടുത്ത ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞ് അവർ വ്യക്തമായി എല്ലാം പറഞ്ഞു തരേണ്ടതാണല്ലോ. അപ്പം ആഹാര രീതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് പൊതുവേ വറുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. ഇറച്ചി സെയ്തലവി ഇറച്ചി കഴിക്കുന്ന ആളാണെന്ന് അറിയാം, പക്ഷെ കഴിക്കുന്നത് ഒഴിവാക്കണം പൂർണ്ണമായിട്ടും. പിന്നെ നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് വെള്ളക്കരി ഉപയോഗിക്കാം, അത് കൂടാതുള്ള കാര്യങ്ങൾ പൊതുവേ ഒഴിവാക്കണം. പിന്നെ ആഹാര രീതിയിൽ ആഹാരം കുറച്ച് കഴിക്കുക. വയറ് നിറയ്ക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്ന പകരം വിശപ്പ് മാറ്റാൻ വേണ്ടി ആഹാരം കഴിക്കുക. അത്രേ ഉള്ളൂ. ശരി സെയ്തലവി, ഓക്കെ. സെയ്തലവിക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു കമന്റ്സ് വന്നത് പോലും ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ ബലൂൺ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയയും ബൈപ്പാസും എല്ലാം ചികിത്സയ്ക്ക് ബ്ലോക്ക് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ഡയബറ്റീസ് പോലെയോ രക്തസമ്മർദ്ദം പോലെയോ ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കേണ്ടത് തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ്. അത് വ്യായാമം, ആഹാര രീതിയിലുള്ള ക്രമങ്ങൾ, ഇതെല്ലാം നിർബന്ധമായും ഫോളോ ചെയ്യണം. പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ BP കുഴപ്പമില്ല ഡോക്ടറെ, 170 160. അതുപോലെ 140/80 അല്ലെങ്കിൽ 135 130/85 ഈ ലെവലിലോട്ട് നമ്മൾ ബ്ലഡ് പ്രഷറിനെ എത്തിക്കണം. 2, നമ്മൾ ചില നമ്പേഴ്സ് ഓർത്ത് വയ്ക്കണം. ഷുഗറിൻ്റെ അളവ് വെറും വയറ്റിൽ 100 താഴെയും ആഹാരത്തിന് ശേഷം 180 താഴെയും. HbA1c 5.5 to 6 എന്ന റേഞ്ച്. സീറം കൊളസ്ട്രോൾ 150 താഴെയും LDL പറ്റുമെങ്കിൽ 40 റേഞ്ചിലും എത്തിക്കണം. 70 താഴെ എത്തി 40 എത്തിക്കണം. അപ്പോൾ ഇതുപോലുള്ള ചില നമ്പേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അമിതമായ വണ്ണമുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. രോഗികളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമലാണെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ ഡോക്ടറുമായി ചർച്ച ചെയ്ത ശേഷം കണ്ടെത്തേണ്ടതാണ്. അരമണിക്കൂർ രാവിലെ, അരമണിക്കൂർ വൈകുന്നേരം നടക്കുന്നത് ഉത്തമമായിരിക്കും. പറ്റിയില്ലെങ്കിൽ മിനിമം 45 മിനിറ്റെങ്കിലും ഒരു നേരം നടക്കണം. ഈ രീതിയിലുള്ള ചിട്ടയായ ക്രമങ്ങൾ വീണ്ടും ബ്ലോക്ക് വരുന്നത് ഒഴിവാക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഹൃദയരോഗം വന്നൊരാളിന് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രോഗിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് തുടരണം. ഒരു ബലൂൺ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് മാത്രം രോഗം മാറുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സെയ്ദാണ് കൊല്ലത്ത് നിന്നും. സെയ്ദ് ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സാറേ, പിന്നെ എനിക്ക് 2000 ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. മെയ്യില് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. പറഞ്ഞോളൂ. 2020 അതിനുശേഷം 2021
ഒരു ബലൂണും ചെയ്തായിരുന്നു. അത് ചെറിയ ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു ബലൂൺ ഇതും ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, എനിക്കുള്ള കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞെട്ടൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ മുമ്പത്തെ മാതിരി അല്ല, ഭയങ്കര ഞെട്ടലാണ്. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊരു ഇമോഷണൽ ഫാക്ടറായിട്ടല്ലേ എടുക്കാൻ പറ്റൂ. സെയ്ദിന് സത്യം പറഞ്ഞാൽ ഒരു 2000 ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, 2022 വീണ്ടും 2020-21 രണ്ടാമത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് അതേ രക്തധമനിയിലും അതേ ബ്ലോക്കുള്ള ഭാഗത്തുമാണോ അതേ വേറെ വല്ലതുമാണോ? വേറെയായിരുന്നു. അപ്പോൾ വേറെയാണെങ്കിൽ ആ പഴയ ബ്ലോക്കിനകത്ത് സ്റ്റെൻറ്റിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. വേറൊരു ബ്ലോക്കിനകത്ത് വെറും ബലൂൺ ചെയ്തെങ്കിൽ അത് രക്തധമനി ചെറുതായതുകൊണ്ടായിരിക്കും അത് അവർ സ്റ്റെൻറ്റ് ഇടാതെ തന്നെ വിട്ടത്. ഇപ്പം നമ്മൾ ബലൂൺ ശസ്ത്രക്രിയയിൽ ഒരു പുതിയൊരു മാറ്റം എന്ന് പറയുന്നത്, ബലൂൺ വീണ്ടും സ്റ്റെൻറ്റ് ബ്ലോക്കായി കഴിഞ്ഞാൽ പണ്ട് നമുക്ക് വീണ്ടും സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയായിരുന്നു എളുപ്പം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബലൂണിനകത്തുള്ള ബ്ലോക്ക് എന്താണെന്ന് കണ്ടെത്താം. OCTയുടെയും ഐവസിൻ്റെയും സഹായത്തോടെ, ഞാൻ മുമ്പേ പറഞ്ഞ പ്രിസൈസ് ആൻജിയോപ്ലാസ്റ്റിയുടെ ഭാഗമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ ബ്ലോക്കിനകത്ത് നമ്മൾ മരുന്ന് പുരട്ടിയ ബലൂൺ എന്നൊരു പുതിയ ചികിത്സാ രീതി ലഭ്യമാണ്. അപ്പോൾ നമ്മൾ പല കമ്പനീസും ഇപ്പം പല തരത്തിലുള്ള മരുന്ന് പുരട്ടിയ അത് ഈ ബലൂൺ വികസിപ്പിച്ച് ഇതിനകത്ത് മരുന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറയും. എന്നാലും ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ഏറ്റവും നന്നായി ചെയ്യുകയാണ് ഹൃദയ ആൻജിയോപ്ലാസ്റ്റി ചികിത്സയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഞാൻ കാണുന്ന രോഗികൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ആൻജിയോപ്ലാസ്റ്റിക്ക് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളെ കുട്ടിയെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടാക്കും, ഏറ്റവും നല്ല ആഹാരം കഴിക്കാനുള്ള സ്ഥലത്ത് പോകും, ഏറ്റവും വസ്ത്രമായി. അപ്പോൾ നമ്മൾ എവിടെയാണ് നമുക്കെല്ലാവർക്കും രോഗം വരാം. ഹാർട്ടിൻ്റെ രോഗം വന്ന ഏത് ഡോക്ടറെ കാണണം, കിഡ്നി ഡോക്ടറെ കാണാം. അപ്പം നമ്മൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ വൃക്ക രോഗികളിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വെച്ചാൽ, രക്തധമനിയിൽ ഒരു മഷി ഇഞ്ചക്ട് ചെയ്ത് രക്തധമനികളുടെ ബ്ലോക്കുകൾ കണ്ടെത്തിയ ശേഷം അതിനകത്ത് സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയാണ്. വയറിൻ്റെയും ബലൂണിൻ്റെയും സഹായത്തോടെ സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ആൻജിയോഗ്രാമിന് 50 മുതൽ 100 ml കോൺട്രാസ്റ്റ് ഉപയോഗിക്കും. ആൻജിയോപ്ലാസ്റ്റിക്ക് 300 മുതൽ 400 വരെ ഉപയോഗിക്കും. നമ്മൾ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, നമ്മളൊരു പല ഡോക്ടർമാർ അവകാശപ്പെടാറുണ്ട് അവർ ചെയ്യുന്നതെന്നൊക്കെ, പക്ഷേ അതൊന്നും കറക്റ്റല്ല. ഞാൻ പറയുന്നത്, നമ്മൾ ആൻജിയോഗ്രാമിന് 10 മുതൽ 20 ml കോൺട്രാസ്റ്റ് EGFR കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഒരു തുള്ളി കോൺട്രാസ്റ്റ് പോലും ഉപയോഗിക്കാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനാണ് സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി. ഭാഗ്യവശാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ള ഡോക്ടർ ഞാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വൃക്ക രോഗികളിൽ വൃക്കയ്ക്ക് ഡാമേജ് ഉണ്ട്, അതായത് 2 ക്രിയാറ്റിൻ 4 ക്രിയാറ്റിൻ 3 ക്രിയാറ്റിൻ ഉള്ളവർക്ക് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട വരുന്ന അവസ്ഥ വരും കോൺട്രാസ്റ്റ് ഉപയോഗിച്ചാൽ. നമ്മൾ ഡയാലിസിസ് ഒഴിവാക്കി ഡയാലിസിസ് ചെയ്യേണ്ടാത്ത അവസ്ഥയിൽ എത്തിക്കുന്നതിനെയാണ് സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ചെയ്യുന്നത് സീറോ കോൺട്രാസ്റ്റിൻ്റെ സഹായം ഉപയോഗിക്കാതെ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ഒരു തുള്ളി കോൺട്രാസ്റ്റ് പോലും ഇല്ലാതെയാണ് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് സീറോ കോൺട്രാസ്റ്റ്. ഏകദേശം 4 ദിവസം മുമ്പ് നമ്മുടെ കോഴിക്കോട് നിന്നൊരു പേഷ്യൻ്റ് വന്നു, 26 വയസ്സ് മാത്രം, ക്രിയാറ്റിനിൻ 6.8 ആയിരുന്നു. നമ്മൾ ആകെ 5 ml കോൺട്രാസ്റ്റിൻ്റെ സഹായത്തോടെ. വളരെയേറെ സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്, പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. സങ്കീർണമായ ഹൃദ്രോഗങ്ങളെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രതാപ് കുമാർ എന്നാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.